2017 ജൂൺ മാസം 28 രാവിലെ ഒരു 7 മണി കേരളത്തിലെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ വിളിക്കുന്നു. സർ, ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം കോഴിക്കോട് ചാലിയം എന്ന ബീച്ചിൽ വന്നിരുന്നു. രാവിലെ ഒരു 6-6:45 വന്നു. ഞങ്ങളെല്ലാവരും കടൽ തീരത്തൊന്ന് വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അറ്റുപോയ ഒരു മനുഷ്യന്റെ കൈ ഞങ്ങൾ അവിടെ കണ്ടു. തിരമാലകളാൽ കരയിലേക്ക് ഇങ്ങനെ ഒലിച്ചു വന്നതായിരുന്നു കണ്ടത്. ഇത് കേട്ട പോലീസുകാർക്ക് ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായി. അടുത്ത 10 മിനിറ്റിൽ ആ ബീച്ചിലെത്തി. പോലീസും ഫോറൻസിക് ടീമും വരുമ്പോൾ തന്നെ ആ ബീച്ചിൽ എല്ലായിടത്തും തിരക്കാണ്. പോലീസ് ആൾക്കൂട്ടത്തെ എല്ലാം ഒഴിവാക്കി നോക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ അറ്റുപോയ ഇടത് കൈ മാത്രം കാണാം. പക്ഷേ കൈ ഏതാണ്ട് ജീർണിച്ച അവസ്ഥയിലാണ്. ഒരുപക്ഷെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ കൈ കടലിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പോലീസ് സംശയിച്ചു. പക്ഷേ കൈ വെച്ചുകൊണ്ട് മാത്രം അതൊരു സ്ത്രീയാണോ, പുരുഷനാണോ, വയസ്സെത്രയാണ്, എങ്ങനെ മരിച്ചു, അവരുടെ ഐഡന്റിറ്റി ഒന്നും തന്നെ പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല. ഇപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അതിന്റെ DNA സാമ്പിൾ എടുക്കുക. അതൊരു ലാബിലേക്കും അയച്ചു. അങ്ങനെ അവരുടെ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞ് ജൂൺ മാസം 30-ാം തീയതി അതേ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ഒരു കോൾ വരുന്നു. അതേ ചാലിയം ബീച്ചിൽ നിന്നായിരുന്നു കോൾ വന്നത്. മുറിച്ചു മാറ്റിയ ഒരു മനുഷ്യന്റെ കൈ ഞങ്ങൾ കണ്ടു. അതുമാത്രമല്ല, തീരത്തിനടുത്ത് ഒരു ചെറിയ പാറയുണ്ട്. ആ പാറയ്ക്കുള്ളിൽ ഒരു മനുഷ്യന്റെ തലയോട്ടി പോലുള്ള എന്തോ ഒന്ന് കുടുങ്ങിയിരിപ്പുണ്ട്. ഈ വാർത്ത കേട്ട പോലീസുകാരും ഉടൻ തന്നെ അവിടെ എത്തി. അറ്റുപോയ ആ മനുഷ്യന്റെ വലത് കൈ കണ്ടെത്തി. തുടർന്ന് ആ മനുഷ്യന്റെ തലയൊട്ടിയും കണ്ടെത്തി. പൂർണ്ണമായും ഏതാണ്ട് അഴുകിയ ഒരു അവസ്ഥയിൽ. ഇവ രണ്ടും ഇപ്പൊ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി. 2 ദിവസത്തിന് മുൻപ് ഇതേ സ്ഥലത്താണ് ഒരു മനുഷ്യന്റെ ഇടത് കൈ ലഭിച്ചത്. ഇപ്പോൾ വലത് കൈയും സ്കല്ലും കിട്ടിയിട്ടുണ്ട്. ഇത് 3ഉം ഫോറൻസിക് ടീം പരിശോധിച്ചു നോക്കി. അവസാനം ഈ വ്യത്യസ്ത ശരീരഭാഗങ്ങളെല്ലാം ഒരേ വ്യക്തിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചു. സംഭവം നടന്ന് 6 ദിവസം കഴിഞ്ഞ് ജൂലൈ മാസം 6-ാം തീയതി കോഴിക്കോടിലെ മുക്കം എന്ന സ്ഥലത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് അത്ര വൃത്തിയുള്ള സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ അതിനെ മാലിന്യമിടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഉപയോഗിച്ചത്. ഒരു ദിവസം ആ ഒരു പ്രദേശത്തെ കൗൺസിലർമാർ ആ പ്രദേശത്തുള്ള മാലിന്യങ്ങളെല്ലാം എടുത്ത് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെയുള്ള ജനങ്ങൾ, വോളണ്ടിയേഴ്സ്, ഒഫീഷ്യൽസ് എല്ലാവരും ചേർന്ന് ആ എസ്റ്റേറ്റിനുള്ളിൽ ചെന്ന് അവിടെ മുഴുവൻ വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു സഞ്ചി ലഭിക്കുന്നു. ആ സഞ്ചിയിൽ രക്തം പുരണ്ടിട്ടുണ്ട്. ഒരാൾ ആ സഞ്ചി തുറന്നു നോക്കി. ഉടൻ തന്നെ ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ള എല്ലാവരും എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതിനയാൾ ആ സഞ്ചിയിലേക്ക് വിരൽ ചൂണ്ടി. ആ സഞ്ചിക്കുള്ളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? തലയില്ലാത്ത ഒരു മനുഷ്യന്റെ ഉടലായിരുന്നു അത്, ടോർസോ. കൂടാതെ മനുഷ്യന്റെ അറ്റുപോയ കാലുകളുമുണ്ട്, ഏകദേശം അഴുകിയ അവസ്ഥയിൽ. ഒരു മനുഷ്യനെ മുറിച്ചു മാറ്റിയ ശരീരഭാഗങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരോ സഞ്ചിയിലാക്കി ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം അതേ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും പോകുന്നു. കഴിഞ്ഞ 8-10 ദിവസമായി പല സ്ഥലങ്ങളിൽ നിന്നും മുറിച്ചു മാറ്റിയ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നു. ഇവയെല്ലാം ഫോറൻസിക് ലാബിലേക്കും അയക്കുന്നു. അവസാനം ഒരു നിഗമനത്തിലെത്തി. ഈ ലഭിച്ച ശരീരഭാഗങ്ങളെല്ലാം ഒരു വ്യക്തിയുടേതാണ്. അതൊരു പുരുഷനാണ്. അയാൾക്ക് ഏകദേശം 40-45 വയസ്സുണ്ടാകും. പാത്തോളജിസ്റ്റ് ആ സ്കൾ പരിശോധിക്കുമ്പോൾ അതിനുള്ളിലെ ആ പല്ലിനുള്ളിൽ ഒരുപാട് നിക്കോട്ടിൻ എന്ന പുകയില ഉള്ളതുകൊണ്ട്, ഇത്രയേറെ കൂടുതൽ നിക്കോട്ടിൻ ഉള്ളതുകൊണ്ട് ഈ വ്യക്തി ഒരു ചെയിൻ സ്മോക്കർ ആയിരിക്കാമെന്നൊരു സൂചന നൽകി. പോലീസ് ഉടൻ തന്നെ ആ സ്റ്റേഷനിലെ മിസ്സിംഗ് റിപ്പോർട്ട്സ്, ആ സ്റ്റേഷനിലെയും സമീപ പ്രദേശങ്ങളിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും മിസ്സിംഗ് കേസസ് എല്ലാം പരിശോധിക്കുന്നു. എന്നാൽ ഇവർക്ക് ഉപകാരപ്പെടുന്ന യാതൊരു വിവരവും ലഭിച്ചില്ല. സത്യത്തിൽ ഏതൊരു കൊലപാതകം എടുത്താലും കൊല്ലപ്പെട്ട ആൾ ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ കൊലയാളെ കണ്ടെത്താൻ സാധിക്കൂ. എന്നാൽ ഇവിടെ ഇര ആരാണെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. 2 കൈകളും ഏകദേശം ജീർണിച്ചു പോയതുകൊണ്ട് ഫിംഗർ പ്രിന്റ് എടുക്കാനും സാധിച്ചില്ല. ഭാഗ്യത്തിന് വലത് കൈയിലെ ഒരു വിരൽ അത് അത്ര അഴുകാതെ ആ ഒരു ഫിംഗർ പ്രിന്റ് അവരെ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ മുകളിലെ തോലെല്ലാം ഡീകമ്പോസ് ആയതുകൊണ്ട് അത് വെച്ച് ഫിംഗർ പ്രിന്റ് ഇങ്ങനെ അമർത്തി എടുക്കാൻ സാധിക്കില്ല ഒരിക്കലും. ഇതിന് ഫോറൻസിക് ടീം വളരെ വ്യത്യസ്തമായ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു. സാധാരണ ഫിംഗർ പ്രിന്റ് ഒക്കെ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഒരു ഗ്ലാസ്സിൽ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പേപ്പർ അങ്ങനെ ഒട്ടിക്കും, അതിനങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെയും ഇവിടെ ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, ഫോട്ടോഗ്രാഫിക് ടെക്നിക്ക് വഴിയും ചെയ്യാൻ കഴിയും. അതായത് ഈ വിരലിൽ നിന്നും നേരിട്ട് എടുക്കാൻ കഴിയില്ല, കാരണം ഞാൻ പറഞ്ഞു അത് അഴുകിയിട്ടുണ്ട്. പക്ഷെ അതിലെ ഫിംഗർ പ്രിന്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ വിരലിനെ ക്ലോസ് ആയി വെച്ചൊരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോയെ ഡിജിറ്റലി എൻഹാൻസ് ചെയ്ത് ഫോട്ടോയിൽ നിന്ന് ഫിംഗർ പ്രിന്റ് അവരെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ കേരള പോലീസ് ഒരു ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്യുന്നു.
ആ ഫിംഗർ പ്രിന്റ് ലിഫ്റ്റ് ചെയ്തെടുക്കുന്നു. ഇപ്പൊ മരിച്ച വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. എന്നാൽ ഇത് ആരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം? ഇപ്പൊ പോലീസിനൊരു ഐഡിയ ലഭിച്ചു. ഇവരുടെ പക്കലുള്ള നോൺ ക്രിമിനൽസ് ഇവരുടെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഉണ്ട്. അതായത് ചെറിയ ചെറിയ മോഷണ കുറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ കുറ്റങ്ങൾ ചെയ്തവർ തന്നെ ആകട്ടെ, കൊലപാതകങ്ങളൊക്കെ ചെയ്തവർ ഇവർ ജയിലിലേക്ക് അയക്കുന്നതിന് മുൻപ് അവരുടെ ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ഫിംഗർ പ്രിന്റ്സുമായി ഇതിനെ മാച്ച് ചെയ്ത് നോക്കി വരുമ്പോൾ അവസാനം കേരള പോലീസിന് ഒരു മാച്ച് ലഭിച്ചു. ഇപ്പോൾ ഈ മരിച്ച വ്യക്തി ആരാണെന്നുള്ളത് പോലീസ് കണ്ടെത്തി. അപ്പോൾ ഇരയാരാണ്? ആരാണ് അയാളെ കൊന്നത്? അങ്ങനെ കൊന്നതിന് ശേഷം എന്തിന് പലയിടങ്ങളിൽ ശരീരഭാഗങ്ങൾ ഇങ്ങനെ മുറിച്ച് വലിച്ചെറിയണം? ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ രഹസ്യമെന്ത്? ഇയാൾ മാത്രമാണോ മരിച്ചത്? ഈ ഒരു കൊലപാതകത്തിൽ പല രഹസ്യങ്ങൾ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇങ്ങനെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ കോഴിക്കോടിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ഒരു കേസിന്റെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ഫോറിൻ കേസുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഫോറിൻ കേസ് നോക്കിയാൽ അവർ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യും. നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്? അങ്ങനെ ഉപയോഗിച്ചാൽ എത്രത്തോളം ക്രൈമുകൾ നമ്മെ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. എന്നാൽ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഫോറിനിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു 2-3 സാങ്കേതിക വിദ്യകൾ കേരള ഫോറൻസിക് ടീം ഈ ഒരു കേസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ ഒരു കേസ് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏത് തരം ഫോറൻസിക് സാങ്കേതിക വിദ്യകൾ കേരള ഫോറൻസിക് ടീം യൂസ് ചെയ്തു? ഇതൊക്കെ അറിയുന്നതിന് മുൻപ് എന്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിലിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ആ വ്യക്തി ഇസ്മായിൽ എന്ന 46 വയസ്സുള്ള ഒരു ക്രിമിനൽ ആണെന്ന് മനസ്സിലായി. ഇസ്മായിൽ പല കേസുകളിൽ പല തവണ ജയിലിൽ പോയി വന്നിട്ടുണ്ട്. അടുത്തിടെയാണ് അയാൾ ജയിലിൽ നിന്നും റിലീസായി ഏതോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തത്. എങ്കിൽ പോലും അയാളുടെ സ്കല്ലുണ്ട്. ഇത് ശരിക്കും ഇസ്മായിൽ ആണോ എന്നുള്ളത് വീണ്ടും ശാസ്ത്രീയമായി തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് സ്കൽ സൂപ്പർ ഇമ്പോസിഷൻ എന്ന രീതിയിലുള്ള ഒരു ടെക്നിക് ഉണ്ട്. കേരള പോലീസ് ഇതേ ടെക്നിക് യൂസ് ചെയ്തു. സൂപ്പർ ഇമ്പോസിഷൻ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇസ്മായിലിന്റെ ഫോട്ടോയും ഈ സ്കല്ലും ഒരുമിച്ച് വെച്ച് നോക്കി. 100% ഈ സ്കൽ ഇസ്മായിലിന്റെ തന്നെയാണ് എന്നും സ്ഥിരീകരിച്ചു. ഇപ്പൊ പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം ആരംഭിച്ചത് ഇസ്മായിലിന്റെ കുടുംബത്തിൽ നിന്നാണ്. എന്നാൽ അപ്പോഴാണ് അവർക്ക് മറ്റൊരു ഞെട്ടൽ കാത്തിരുന്നത്. ഇസ്മായിലിന് മൊത്തം 4 ഭാര്യമാരുണ്ട്. ആ 4 ഭാര്യമാരോടും പോലീസ് ചോദിച്ചു, നിങ്ങൾ അവസാനമായി ഇസ്മായിലിനെ എന്നാണ് കണ്ടത്? എന്തുകൊണ്ട് അദ്ദേഹം മിസ്സായി എന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റ് തന്നില്ല എന്നുള്ള പല ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ ഭാര്യമാർ പറഞ്ഞ വളരെ വ്യത്യസ്തമായൊരു മറുപടി. നോക്കൂ സാർ, അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ട്. ഒരു ദിവസം ഇവിടെ ആയിരിക്കാം, ഒരുപക്ഷെ 2 മാസം അടുത്ത 3 മാസം മറ്റൊരു ഭാര്യയുടെ വീട്ടിലായിരിക്കാം താമസിക്കുക. ഇനി മാസങ്ങളോളം ഇവിടെ വരാതെ 3ാമത്തെ ഭാര്യയുടെ 4ാമത്തെ ഭാര്യയുടെ വീട്ടിലൊക്കെ ആയിരിക്കാം. ഇസ്മായിൽ വീട്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 4 ഭാര്യമാരും ചിന്തിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു ഭാര്യയുടെ വീട്ടിലായിരിക്കും. ഇങ്ങനെ ഈ 4 ഭാര്യമാരുടെ വീട്ടിലും ഇല്ലെങ്കിൽ അവൻ തീർച്ചയായും ജയിലിലായിരിക്കും. കാരണം അവനൊരു ക്രിമിനലാണ്, എല്ലാവർക്കും അതറിയാം. അതുകൊണ്ടാണ് മാസങ്ങളോളം ഇസ്മായിൽ വീട്ടിൽ വരാതിരുന്നിട്ട് കൂടിയും ഞങ്ങൾ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാത്തത്. ആ ഭാര്യമാർ അത് ഗൗരവമായി എടുത്തില്ല. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എല്ലാവരും ഒരുപോലെ ചിന്തിച്ചു. പോലീസ് ഇപ്പൊ തീരുമാനിച്ചത് വിരലടയാളം പോലും 80% ആണ് പൊരുത്തപ്പെട്ടത്. അത് വച്ച് ഇസ്മായിൽ എന്ന രീതിയിൽ ഊഹിക്കാൻ മാത്രമേ കഴിയൂ. ശരിക്കും ഇസ്മായിൽ ആണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയമായി വീണ്ടും DNA പരിശോധന നടത്തണം. അതിനുവേണ്ടി ഇസ്മായിലിന്റെ അമ്മയെ കാണണം. അമ്മ ഇതിനകം കിടപ്പ് രോഗിയാണ്. ആശ എന്ന ഫൗണ്ടേഷനിൽ നിന്നും ഒരു 2-3 പേർ ഡെയിലി വന്ന് ആ അമ്മയെ ശുശ്രൂഷിച്ചു കൊണ്ടുപോകും. ഈ അമ്മയോട് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ മകനെ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടെത്താനായി നിങ്ങളുടെ ബ്ലഡ് സാമ്പിൾ ഒന്ന് വേണമെന്ന്. അതൊരു വൃദ്ധ സ്ത്രീ ആയതുകൊണ്ട് ബ്ലഡ് സാമ്പിൾ എന്നൊക്കെ കേട്ടപ്പോൾ വല്ലാതെ ഭയന്നു. ഇല്ല, എനിക്ക് രക്തം തരാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ആ ബ്ലഡ് സാമ്പിൾ കിട്ടിയാൽ മാത്രമേ മരിച്ചത് ഇസ്മായിൽ ആണോ എന്ന് വീണ്ടും ഉറപ്പുവരുത്താൻ കഴിയും. ഇതിനും പോലീസ് വളരെ വ്യത്യസ്തമായ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു. ഡെയിലി ഈ അമ്മയെ കാണാനായി ആശ ഫൗണ്ടേഷനിൽ നിന്നും 2-3 ലേഡീസ് വരാറുണ്ട്. ഒരു ദിവസം ആശ ഫൗണ്ടേഷനിൽ ഈ പോലീസ് ചെന്ന് സംസാരിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോകുന്ന ആ വർക്കേഴ്സിന് പകരം 2 ലേഡി പോലീസ് ഓഫീസേഴ്സിനെ സാധാരണ വസ്ത്രം ധരിച്ച് ഈ ഒരു വൃദ്ധയുടെ വീട്ടിലേക്ക് അയച്ചു. ആ മുത്തശ്ശിയിൽ ഒരു ആരോഗ്യ പരിശോധന നടത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു. ഒരുപാട് ഫോറിൻ കേസുകൾ ഇങ്ങനെ ടെക്നിക്ക് പോലീസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരള പോലീസും അതേ ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്തു.
ഇനി ബ്ലഡ് സാമ്പിൾ ലാബിൽ എടുത്തുകൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല, ഇത് ഇസ്മായിൽ എന്ന 46 വയസ്സുകാരൻ തന്നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ക്രിമിനൽസ് ആണ് സാധാരണ ആളുകളെ കൊല്ലാറുള്ളത്. എന്നാൽ ഈ ക്രിമിനലിനെ തന്നെ ഒരാൾ കൊന്നു എന്നുണ്ടെങ്കിൽ ആ കൊന്നവൻ എത്ര വലിയ ക്രിമിനൽ ആയിരുന്നിരിക്കണം. പോലീസ് അവരുടെ അടുത്ത ഘട്ട അന്വേഷണം ആരംഭിക്കുന്നത് ഇസ്മായിൽ ജയിലിൽ നിന്നും വന്നതിന് ശേഷം എവിടെയാണ് പോയി ജോലി ചെയ്തത്. അയാൾ ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്തു. ആ എസ്റ്റേറ്റ് ഓണറിനെ പോലീസ് കോൺടാക്ട് ചെയ്തു. അയാൾ പറഞ്ഞത്, എനിക്ക് അവൻ ക്രിമിനൽ ആണെന്നൊക്കെ അറിയാം, പക്ഷെ അവൻ നന്നായി ജോലിയൊക്കെ ചെയ്യും. ജയിലിൽ നിന്നും വന്നതിന് ശേഷവും ഞാൻ അവനെ ജോലിക്കെടുത്തു. മാസം 25,000 രൂപ ശമ്പളവും കൊടുത്തു. ഒരു ദിവസം അവൻ പെട്ടെന്ന് എന്നോട് വന്നിട്ട് ഈ ശമ്പളം എനിക്ക് തികയുന്നില്ല, കൂട്ടി നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ നൽകുന്ന ജോലിക്ക് ആ 25,000 തന്നെ വളരെ അധികമാണ് എന്ന് ഞാനും പറഞ്ഞു. ഈ സമയം അവൻ പറഞ്ഞത്, അച്ചായൻ എന്ന ഒരു വ്യക്തിയുണ്ട്, അയാൾ എനിക്കൊരു ജോലി തരും, അതിന് 2 ലക്ഷം രൂപ എനിക്ക് ശമ്പളമായി കയ്യിൽ തന്നെ പണമായി തന്നെ തരുമെന്നും പറഞ്ഞു. ഞാൻ അവിടെ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇയാളും ശരി, ഈ 2 ലക്ഷം രൂപയൊക്കെ എന്നെ കൊണ്ട് ശമ്പളം തരാൻ പറ്റില്ല, നിനക്ക് ആവശ്യമാണെങ്കിൽ നീ പോ എന്നും പറഞ്ഞു. ഇപ്പൊ പോലീസിന് പുതുതായി അച്ചായൻ എന്നൊരു പേര് കിട്ടി. ആരാണ് ഈ അച്ചായൻ? അങ്ങനെയാണെങ്കിൽ മരിച്ച ഇസ്മായിൽ അച്ചായന്റെ പക്കലാണ് അവസാനമായി ജോലിക്ക് പോയത്. അച്ചായൻ ആരാണെന്ന് കണ്ടെത്തിയാൽ ഒരു പക്ഷേ ഇസ്മായിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ അച്ചായൻ ആരാണെന്ന് അറിയാനായി ഈ ഇസ്മായിലിന്റെ ഭാര്യമാരോട് തന്നെ ചോദിച്ചു. ഈ ഭാര്യമാരിൽ ഒരു 2-3 പേർ ചിന്തിച്ചിട്ട് ഇല്ലല്ല, ഞങ്ങൾക്കിത് ആരാണെന്ന് അറിയില്ല. ഇപ്പൊ ഇസ്മായിലിന്റെ രണ്ടാമത്തെ ഭാര്യ ഒരു പ്രധാനപ്പെട്ട വിവരം പറഞ്ഞു. സാർ, നിങ്ങൾ പറയുന്ന ഈ അച്ചായൻ എന്ന വ്യക്തി എനിക്കറിയില്ല, എന്നാൽ എൻ്റെ ഭർത്താവ് അവസാനമായി ഒരു ബിർജു എന്ന വ്യക്തിയുടെ പക്കൽ ജോലിക്ക് പോകുന്നതായാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ പോലീസിന് വീണ്ടും കൺഫ്യൂഷനായി. പുതുതായി ഒരു ബിർജു എന്ന ക്യാരക്ടർ കൂടെ കേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചായൻ ആരാണ്, ബിർജു എന്ന ഈ ആൾ ആരാണ്? രണ്ടുപേരും ഒരേ വ്യക്തിയാണോ, വ്യത്യസ്തരാണോ? ഇവരുടെ പക്കലാണോ ഇസ്മായിൽ ജോലിക്ക് പോയത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷെ അവർക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി, ബിർജു അല്ലെങ്കിൽ അച്ചായൻ, ഇവരിൽ ഒരാളെ കണ്ടെത്തിയാൽ മതി ഇസ്മായിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയും. അങ്ങനെ ഇവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം ബിർജു എന്ന 56 വയസ്സ് തോന്നിക്കുന്ന വ്യക്തിയുടെ ആ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടി. അയാൾ ഇതേ കോഴിക്കോടിലെ മുക്കം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ബിർജുവിന്റെ അഡ്രസ്സ് കിട്ടി. അയാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നു. അവരോട് ചോദിച്ചു, ബിർജു സാർ ഉണ്ടെങ്കിൽ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ, സാർ, നിങ്ങൾ പറയുന്നത് പോലെ ബിർജു എന്ന പേരിൽ ഇവിടെ അങ്ങനെ ആരും തന്നെ ഇല്ല, എന്നാൽ അയാളുടെ വീടാണ് ഇത്, വർഷങ്ങൾക്ക് മുൻപേ ഞാനത് വിലയ്ക്ക് വാങ്ങി, എന്നിട്ട് അയാൾ മറ്റെവിടെയോ പോയെന്നും പറഞ്ഞു. പോലീസ് അടുത്ത് ബിർജുവിനെ കുറിച്ച് ആ ഏരിയയിലുള്ളവരോട് ചോദിച്ചു. അവർ പറഞ്ഞത്, ഇയാൾ മറ്റൊരു സ്ഥലത്തുള്ളവനാണ്, അവൻ്റെ അച്ഛൻ ആ നാട്ടിൽ വലിയൊരു സമ്പന്നനായിരുന്നു, അവിടെയുള്ള ഭൂപ്രദേശങ്ങളെല്ലാം വിറ്റ് ഒരു 15-20 ലക്ഷം എടുത്തുകൊണ്ടാണ് ഈ മുക്കം എന്ന ഏരിയയിലേക്ക് വന്നത്. ഇപ്പോൾ ബിർജുവും അമ്മയും ഒരേ വീട്ടിലാണ് താമസിച്ചത്. ബിർജുവിന് 50 വയസ്സിൽ കൂടുതലായി, അവൻ്റെ അമ്മയ്ക്കൊരു 70-75 വയസ്സുണ്ടാകും. അവൻ്റെ അമ്മ പഴയ സ്ഥലം വിറ്റ് കിട്ടിയ 25 ലക്ഷം രൂപയിൽ 14 ലക്ഷത്തിന് വീട് വാങ്ങി, ബാക്കിയുള്ള ഒരു 6-7 ലക്ഷം രൂപ കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ ബിർജു അമ്മയോട് ചെന്നിട്ട് ഈ 6-7 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നുവെന്നും പറഞ്ഞു. ആ ബിസിനസ്സിലും അവൻ ഒരുപാട് നഷ്ടം സംഭവിച്ചു. ആ കുടുംബം ഇതിനകം വലിയ സാമ്പത്തിക പ്രശ്നത്തിലായിരുന്നു. ഇങ്ങനെ സാഹചര്യങ്ങൾ വളരെ മോശമായി പോകുന്ന സമയത്തായിരുന്നു ബിർജുവിന്റെ അമ്മ, ആ 75 വയസ്സുള്ള സ്ത്രീ, ആ വീട്ടിലെ ഒരു ഫാനിൽ തന്നെ തൂങ്ങി മരിച്ചു. അമ്മയുടെ മരണത്തിന് ശേഷം ബിർജു ആ വീട്ടിൽ താമസിക്കാൻ താല്പര്യപ്പെട്ടില്ല. ആ വീടും വിറ്റുകൊണ്ട് അയാൾ എവിടെയോ പോയി. എവിടെ പോയി എന്ന് ഞങ്ങൾക്കും അറിയില്ല എന്ന് പരിസരവാസികൾ പറഞ്ഞു. ഇത്രയേറെ പറയുന്ന ആളുകൾക്ക് ബിർജു കാണാൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ അറിയില്ല. അയാളുടെ ഒരു ഫോട്ടോ പോലും ആരുടെ പക്കലും ഇല്ല. ഈ സമയത്ത് മറ്റൊരാളിൽ നിന്നും വളരെ നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു. ബിർജുവും അമ്മയും ഇവിടെ തന്നെയാണ് താമസിച്ചത്. പക്ഷെ ബിർജുവിന് വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. എന്നാൽ ആ ഭാര്യയും കുഞ്ഞും ഇവന്റെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവർ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു പക്ഷെ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കും, ബിർജുവിന്റെ ഫോട്ടോ കിട്ടും. പോലീസ് നേരെ ആ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ ആ ഭാര്യ പറഞ്ഞത്, അയാൾക്കും എനിക്കും ഇടയിലുള്ള കോൺടാക്ട് കട്ടായി പല ദിവസമായി, ഞാനിപ്പോൾ അയാളുമായി സംസാരിക്കാറേ ഇല്ല, അയാൾ ഈ ഏരിയയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അവൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, സാർ, ഇപ്പോൾ ലേറ്റസ്റ്റായി എടുത്ത ഫോട്ടോസ് ഒന്നും ഇല്ല, പക്ഷെ ഞങ്ങളുടെ വിവാഹ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ ആ ഫോട്ടോ കാണിച്ചു. ഫോട്ടോ പോലീസ് നോക്കി. സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ വ്യക്തി. ആ ഫോട്ടോ കണ്ടപ്പോൾ ഇയാൾ ഒരു ക്രൈമിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് പോലും പോലീസിന് സംശയം തോന്നി. അടുത്ത് ഈ ബിർജുവിന്റെ അമ്മ ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ആ റെക്കോർഡ് പോലീസ് എടുത്ത് നോക്കി. അതിൽ ബിർജുവിന്റെ അമ്മ ശരിക്കും ആത്മഹത്യ ചെയ്തതാണ് എന്ന രീതിയിലാണ് കേസ് ക്ലോസ് ചെയ്തത്. പക്ഷേ ആ ഏരിയയിലുള്ള ജനങ്ങളോട് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞത്, ഞാനീ പറയുന്നത് പുറത്താരോടും പറയണ്ട, പലരും ഇത് ആത്മഹത്യ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ചിലർ ഇതിനെ കൊലപാതകം എന്നാണ് പറയുന്നത്. ഈ സമയം പോലീസിനൊന്നും മനസ്സിലായില്ല.
എന്തുകൊണ്ടാണ് ഇതിനെ കൊലപാതകം എന്ന് പറയാൻ കാരണം? അങ്ങനെ ഒരു കൊലപാതകമാണെങ്കിൽ അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇതിന് ചിലർ പറഞ്ഞത്, സർ ഞാനൊരു കാര്യം പറയാം, ബിർജുവിന്റെ അമ്മ അവർക്ക് ആ വീട് വളരെ ഇഷ്ടമായിരുന്നു. ബിർജുവിനും അവർ 7-8 ലക്ഷം രൂപയോളം പണം കൊടുത്തു. അവൻ ആ പണത്തിൽ എന്തൊക്കെയോ ബിസിനസ് ചെയ്ത് അതെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ അവൻ ആ വീട് വിൽക്കേണ്ട ഒരു ഐഡിയയിലായിരുന്നു. പക്ഷെ ബിർജുവിന്റെ അമ്മ അതിനെ പൂർണ്ണമായും എതിർത്തു. അങ്ങനെ ഒരു സമയത്താണ് പെട്ടെന്ന് ബിർജുവിന്റെ അമ്മ മരിച്ചു എന്ന വിവരം ഞങ്ങൾ അറിയുന്നത്. അവൻ പെട്ടെന്ന് ആ വീട് വിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെയാണ് സംശയമെന്നും ആളുകൾ പറഞ്ഞു. വീട് വിൽക്കുന്നതിന് വേണ്ടി ബിർജു തന്നെയാണോ അമ്മയെ കൊന്നത് എന്ന രീതിയിൽ ഒരു സംശയം ഞങ്ങൾക്കുണ്ടെന്ന രീതിയിൽ അവർ പറഞ്ഞു. ഇപ്പൊ സംശയങ്ങളും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എല്ലാം വെച്ച് നോക്കിയപ്പോൾ പോലീസ് ഒരു തീരുമാനത്തിൽ തന്നെ എത്തി. ഇയാൾ ഒരു കുറ്റവാളിയാണ്. ഒരുപാട് കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ഇയാൾക്ക് ഇസ്മായിലുമായും ലിങ്ക് ഉണ്ട്. ഈ ബിർജു ആണ് ഇസ്മായിലിന് 2 ലക്ഷം രൂപ തരാം, ജോലി ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചത്. ഇവനെ ജോലിക്ക് വിളിച്ച അടുത്ത ചില ദിവസത്തിൽ ബിർജുവിന്റെ അമ്മയും മരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇസ്മായിൽ ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കാൻ സാധ്യതയില്ല? അമ്മയെ കൊല്ലുന്നതിന് വേണ്ടി ബിർജു തന്നെയാണോ പണം കൊടുത്ത് ഇസ്മായിലിനെ ഏർപ്പാടാക്കിയത്? ബിർജുവിന് ഇതിനകം ഒരുപാട് പണം ആവശ്യമാണ്, കടബാധ്യതകളുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2 ലക്ഷം രൂപ കൊടുത്ത ഒരാളെ ജോലിക്ക് വിളിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം തന്നെ ഉണ്ടാകണം. അതൊരു വലിയ ജോലി തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ബിർജു ഇസ്മായിലിനെ ഹയർ ചെയ്ത് അമ്മയെ കൊന്നിരിക്കാം എന്ന രീതിയിൽ ഒരു തിയറി പോലീസ് പറഞ്ഞു. ഇത് ശരിയെന്ന് തന്നെ നമുക്ക് വയ്ക്കാം. ഇസ്മായിൽ വന്നു, 2 ലക്ഷം രൂപ പണം വാങ്ങി അമ്മയെ കൊന്നു പോയി. ഇതിനിടയിൽ ഇസ്മായിലിനെ ആരാണ് കൊന്നത്? ഒരുപക്ഷെ ഈ അമ്മയെ കൊന്നതിന് ശേഷം ഈ സത്യം പുറത്തറിയാൻ പാടില്ല എന്നതിനു വേണ്ടി ഇസ്മായിലിനെ ബിർജു തന്നെ കൊന്നിട്ടുണ്ടാകുമോ എന്നും പോലീസ് ചിന്തിച്ചു. ഇത്രയേറെ ചോദ്യങ്ങൾ പോലീസിന് വന്നാലും ഇവയ്ക്കെല്ലാം മറുപടി അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ബിർജു തന്നെയാണ്. അതുകൊണ്ട് ബിർജുവിന്റെ ഫോട്ടോ പോലീസിന്റെ എല്ലാ സോഴ്സിലേക്കും അയച്ചു. ഇയാളെ ആരെങ്കിലും കണ്ടെത്തി തരികയാണെങ്കിൽ ഉടനെ പോലീസിനെ വിവരം അറിയിക്കണമെന്നും അറിയിച്ചു. ഇങ്ങനെ ഫോട്ടോ മുഴുവനും സർക്കുലേറ്റ് ആയി ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഇതേ കോഴിക്കോടിൽ ഒരു വലിയ ടെക്സ്റ്റൈൽ ആൻഡ് ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പോലീസിനെ വിളിച്ചു. നിങ്ങൾ ഈ കാണിച്ച ഫോട്ടോയിലെ വ്യക്തി ഞാനൊരു 2 ദിവസത്തിന് മുൻപ് കണ്ടു. അയാൾ ടെക്സ്റ്റൈൽ ബിസിനസിന് വേണ്ടി ഹോൾസെയിലായി തുണി വാങ്ങാനായി ഈ കടയിലേക്ക് വന്നിരുന്നു. പോലീസ് ഉടൻ തന്നെ ഇയാളെ കാണാനായി എത്തി. സർ ഇയാൾ തന്നെയാണ്, പക്ഷെ ഇപ്പോ ഇയാൾക്ക് ഇത്തിരി വയസ്സായിട്ടുണ്ട്. ഇപ്പൊ പോലീസ് നേരിട്ട് ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എത്തി. എന്നിട്ട് അവരുടെ പക്കലുള്ള ഫോട്ടോ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തു. ഇപ്പൊ അയാൾ പറഞ്ഞത്, സർ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി തന്നെയാണ്, പക്ഷെ ഇയാളുടെ പേര് ബിർജു ആണ് ഇല്ല അതൊന്നും എനിക്കറിയില്ല. ഇയാളുടെ പേര് ജോർജ് കുട്ടിയാണ്. പോലീസുകാർക്ക് ഇപ്പൊ തല തന്നെ കറങ്ങി. ഇതൊക്കെ എന്താണ്? അച്ചാൻ എന്നൊരു പേര്, ബിർജു, ഇപ്പൊ ജോർജ് കുട്ടിയോ? സത്യത്തിൽ അവന്റെ പേര് തന്നെ എന്താണ്? പോലീസ് ഊഹിക്കാനേ സാധിച്ചില്ല. ജോർജ് കുട്ടി എന്ന് തന്നെ വയ്ക്കാം. അയാൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത്, അറിയാം സാർ, ഇയാൾ കേരളത്തിലല്ല, തമിഴ്നാട്ടിലെ ഊട്ടിക്കടുത്തുള്ള നീലഗിരി എന്ന സ്ഥലത്താണ് ഉള്ളത്. അവിടെയാണ് അയാൾ ബിസിനസ് ചെയ്യുന്നത്. ഹോൾസെയിലായി വസ്ത്രം വാങ്ങാൻ അയാൾ ഇവിടേക്ക് വരാറുണ്ടെന്നും പറഞ്ഞു. ഉടൻ തന്നെ കേരള പോലീസ് തമിഴ്നാട്ടിലെ നീലഗിരിയിലേക്ക് പോകുന്നു. ഏകദേശം 2-3 ദിവസം സംശയിക്കത്തക്ക ഈ ഒരു വ്യക്തിയെ തുടർന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങി. അയാൾ അച്ചായനാണോ, ബിർജു കുട്ടിയാണോ, ജോർജ് കുട്ടി, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ വ്യക്തിയാണോ എന്ന് സ്ഥിരീകരിക്കണം. തുടർന്ന് അയാളുടെ വീട് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. ആ വീട്ടിൽ അയാൾ മാത്രമേ ഉള്ളൂ. 50-55 വയസ്സുണ്ടാകാം. അയാളുടെ ഡെയിലി ആക്ടിവിറ്റി നോക്കിയപ്പോൾ ആ വീടിനുള്ളിൽ ഒരു ബൈക്ക് ഉണ്ട്. ബൈക്ക് കേരള രജിസ്ട്രേഷൻ ആണ്. പോലീസ് ആ നമ്പർ എടുത്ത് ബൈക്ക് ആരുടെ പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് എന്ന് നോക്കുന്നു. യാതൊരു സംശയമില്ല, കോഴിക്കോട് ബിർജു എന്നയാളുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇവന് പല പേരുകൾ ഉണ്ടെങ്കിലും ഇവന്റെ യഥാർത്ഥ പേര് ബിർജു തന്നെയാണെന്ന് മനസ്സിലായി. പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ ശരിയായൊരു സമയം കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകുന്നു. പോലീസ് അവനെ പിന്നിലേക്ക് ചേസ് ചെയ്തു പോയി. സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള ഒരു രംഗം. പോലീസ് വളരെ സ്പീഡിൽ ചെന്ന് അവന്റെ വണ്ടിക്ക് മുൻപിൽ നിർത്തി. പോലീസിനെ കണ്ട ഉടൻ തന്നെ 1 സെക്കൻഡ് അവൻ സ്ട്രക്കായി. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ തന്നെ അവന് മനസ്സിലായി കേരള പോലീസ് തന്നെ തിരഞ്ഞു വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാമായിരിക്കണം. അവൻ അറസ്റ്റ് ചെയ്ത് വീണ്ടും കോഴിക്കോട് തന്നെ കൊണ്ടുപോയി. ആദ്യം അവൻ പറഞ്ഞത് എനിക്ക് ആരെയും അറിയില്ല, എന്റെ അമ്മ ആത്മഹത്യ തന്നെയാണ് ചെയ്തത് എന്നും പറഞ്ഞു. പക്ഷെ പോലീസ് ഇവനും ഇസ്മായിലിനും ഇടയിലുള്ള ആ ഒരു ലിങ്ക് എടുത്ത് സംസാരിച്ചു. ജനങ്ങൾ പറഞ്ഞ കാര്യം, ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എല്ലാം അവന് കാണിച്ചു കൊടുത്തു. നീ തന്നെയാണ് നിന്റെ അമ്മയെ കൊന്നത്, അല്ലെങ്കിൽ ഇസ്മായിലിനോട് നിന്റെ അമ്മയെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. അപ്പൊ പിന്നെ ഇസ്മായിലിനെ കൊന്നത് നീ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഇവനെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന രീതിയിൽ പോലീസ് കാണിക്കാൻ തുടങ്ങി. അതവൻ വിശ്വസിക്കുകയും ചെയ്തു. അവസാനം എല്ലാ സത്യവും അവൻ തന്നെ സമ്മതിക്കുകയും ചെയ്തു. സർ, എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ്. ബിസിനസ്സിൽ എനിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു. വീട് വിൽക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അമ്മ ജീവനോടിരിക്കുന്നത് വരെയും എനിക്ക് വീട് വിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അമ്മയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ എനിക്ക് അത്രത്തോളം ധൈര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇസ്മായിൽ എന്ന പഴയൊരു ക്രിമിനൽ ഫ്രണ്ട് എനിക്കുണ്ട്, അവനോട് ഞാൻ കാര്യം ചോദിച്ചു.
അവൻ ഈ കൊലപാതകം ചെയ്താൽ 2 ലക്ഷം രൂപ നൽകാമെന്നും പറഞ്ഞു. അവനും അത് ശരിയെന്ന് സമ്മതിച്ചു. ഒരു ദിവസം അവൻ വീട്ടിൽ വന്നു, അമ്മയെ നോക്കി, സാഹചര്യം എല്ലാം നോക്കി അമ്മയെ കൊല്ലാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ കൊല്ലുമെന്ന് നോക്കിയിരുന്നപ്പോൾ ഒരാഴ്ചയായി, 1 മാസമായി അവൻ ഒന്നും ചെയ്തില്ല. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. കാരണം എനിക്ക് കടം ഒരുപാടുണ്ട്. വീട് വിറ്റാൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ. അവനെ വിശ്വസിച്ചിട്ട് ഇനി പ്രയോജനമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തന്നെ കയറ് വെച്ച് അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇത് ഒരു ആത്മഹത്യ പോലെ ഞാൻ അമ്മയെ ഫാനിൽ തൂക്കിയിടുകയും ചെയ്തു. പോലീസും ആത്മഹത്യ എന്ന് വിചാരിച്ച് കേസും ക്ലോസ് ചെയ്തു. തുടർന്ന് ഞാൻ ആ വീട് വിറ്റിട്ട് സമാധാനമായി ജീവിക്കാമെന്നാണ് ശ്രമിച്ചത്. പക്ഷേ ഇസ്മായിൽ തിരികെ വന്നു. ഞാൻ വന്ന ജോലി അവസാനിച്ചു. നിങ്ങളുടെ അമ്മ മരിച്ചല്ലോ, എനിക്ക് 2 ലക്ഷം രൂപ ആവശ്യമാണെന്ന് അവൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവനെ വിശ്വസിച്ച് ഞാൻ അവന് ജോലി കൊടുത്തു. അവൻ 1 മാസമായിട്ട് പോലും അത് ചെയ്തില്ല. അവസാനം ഞാൻ അത് ചെയ്തു. ഇപ്പൊ വന്നിട്ട് പണം ചോദിക്കുകയാണ്. ചെയ്യാത്ത ഒരു കാര്യത്തിന് 2 ലക്ഷം പണം ചോദിക്കുന്നുണ്ടല്ലോ, ഇതിനെന്ത് ന്യായമാണ് എന്ന് അവൻ തന്നെ ചോദിച്ചു. നീ എനിക്ക് പണം തന്നില്ല എന്നുണ്ടെങ്കിൽ നീയാണ് നിന്റെ അമ്മയെ കൊന്നു എന്നുള്ള കാര്യം ഞാൻ പോലീസുകാരോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ എനിക്ക് തോന്നി ഇസ്മായിലിനെ ജീവനോട് വിടുകയാണെങ്കിൽ അതെനിക്ക് വീണ്ടും ആപത്തായി മാറും. അങ്ങനെ ഒരു ദിവസം 2 ലക്ഷം രൂപ പണം തരാമെന്ന് പറഞ്ഞ് ഞാൻ അവനെ വീട്ടിലേക്ക് വിളിച്ചു. ഒരുപാട് മദ്യം അവന് വാങ്ങിക്കൊടുത്തു. തുടർന്ന് അമ്മയെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെ ഞാൻ അവനെയും കൊന്നു. അവന്റെ ശരീരഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റി. എന്നിട്ട് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി ഞാൻ അതെല്ലാം വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഞാൻ ആ വീട് വിറ്റിട്ട് മറ്റൊരു സ്ഥലത്ത് രക്ഷപ്പെട്ടു പോയി. പക്ഷെ അവിടെ ചെന്നാൽ പോലും എനിക്ക് ഹോൾസെയിലെ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇടയ്ക്കിടെ കോഴിക്കോട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങനെ താൻ ചെയ്ത എല്ലാ തെറ്റുകളും ബിർജു, ജോർജ് കുട്ടി അല്ലെങ്കിൽ അച്ചായൻ, അവൻ കൺഫസ് ചെയ്തു. ഇപ്പൊ പോലീസുകാർ ചോദിച്ചത് നിന്റെ പേര് ബിർജു എന്നാണ്. അപ്പോൾ ജോർജ് കുട്ടി ആ പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ, സാർ ഞാൻ എൻ്റെ പേര് മാറ്റി, തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ജനങ്ങളെ പറ്റിക്കാനാണ് ഞാൻ പേര് മാറ്റിയതെന്നും പറഞ്ഞു. ഇപ്പൊ പോലീസ് ചോദിച്ചു, അപ്പോൾ അച്ചായൻ അതേത് പേരാണെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചപ്പോൾ ഭാര്യ ക്രിസ്ത്യാനിയായിരുന്നു. അവളുടെ വീട്ടിൽ എല്ലാവരും എന്നെ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ചിലർ അച്ചായൻ എന്ന് വിളിക്കും, ചിലർ ബിർജു എന്ന് വിളിക്കും. എന്നാൽ ജോർജ് കുട്ടി എന്നത് എനിക്ക് തന്നെ നൽകിയ ഒരു ഫേക്ക് നെയിമാണ് എന്നും പറഞ്ഞു. സത്യത്തിൽ ഇസ്മായിൽ എന്ന വ്യക്തിയുടെ കൊലപാതകത്തെ തിരഞ്ഞുപോയ പോലീസുകാർക്ക് മറ്റൊരു കൊലപാതകം തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം തന്റെ സ്വന്തം അമ്മയെ കൊന്ന കുറ്റത്തിനും ഇസ്മായിൽ എന്ന ഈ ഒരു വ്യക്തിയെ കൊന്ന കുറ്റത്തിനും ബിർജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഈ ഒരു കേസിന്റെ അന്വേഷണം ഇപ്പോഴും കോഴിക്കോട് കോടതിയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു കേസിന്റെ അന്വേഷണം മുൻപ് തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നതുകൊണ്ട് കേസ് അന്വേഷണം ഇപ്പോഴും മന്ദഗതിയിലാണ്. ഇതുവരെയും ബിർജുവിന് ശിക്ഷ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ കുറ്റം തെളിയിക്കുകയാണെങ്കിൽ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ കേസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, ശരിക്കും കേരള പോലീസും ഫോറൻസിക് ടീമും വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യം ആ വെട്ടപ്പെട്ട ശരീരഭാഗങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെതാണോ എന്നുള്ളത് DNA ടെസ്റ്റിലൂടെ പല തവണ അവർ വീണ്ടും സ്ഥിരീകരിച്ചു. അതിനുശേഷം ആ മനുഷ്യന്റെ സ്കൾ സൂപ്പർ ഇമ്പോസിഷൻ എന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് അത് ശരിക്കും ഇസ്മായിൽ ആണോ എന്നുള്ളത് കണ്ടെത്തി. പിന്നീട് എത്രയേറെ ഡയറക്റ്റ് ഫിംഗർ പ്രിന്റ് ലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് ഫോട്ടോഗ്രാഫി എടുത്ത് അത് വേറെ രീതിയിൽ ഫിംഗർ പ്രിന്റ് ലിഫ്റ്റ് ചെയ്ത് ശരിക്കും അത് ഇസ്മായിലിൻ്റെതാണോ എന്ന് വീണ്ടും സ്ഥിരീകരിച്ചു. അതിനുശേഷം അവന്റെ DNA ലഭിച്ചില്ലെങ്കിൽ പോലും അവന്റെ അമ്മയുടെ പക്കൽ നിന്നും വേഷം മാറിയാണെങ്കിലും ബ്ലഡ് എടുത്ത് DNA ടെസ്റ്റ് ചെയ്തു. ശരിക്കും കേരള പോലീസ് അവരുടെ കഠിനാധ്വാനം 200% നൽകുകയും ഈ ഒരു കേസ് പരിഹരിക്കുകയും ചെയ്തു. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. ഷോർട്ട് വീഡിയോസ് ആണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വീഡിയോസ്, കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോസ് ആണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.